അസ്സലാമു അലൈക്കും. ഇസ്തിആനത്ത്, ഇസ്തിഗാസ, ദുആ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ റബ്ബിനോട് മാത്രം ചെയ്യേണ്ടത് ഏതാണ്? ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ, ദുആ ഈ വാക്കുകളൊക്കെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇസ്തിആന എന്ന പദത്തിൻ്റെ അർത്ഥം സഹായതേട്ടം എന്നാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും സഹായതേട്ടം എന്നാണ്. ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ തേടുക എന്നാണ്. ദുആ എന്നാൽ പ്രാർത്ഥന, വിളി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഭാഷാർത്ഥമാണ് ഈ പറഞ്ഞതൊക്കെ. ഇവിടെ നേരത്തെ അനസ് മൗലവി എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് വിശദീകരിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് ഒരു മുസ്ലിം പ്രഖ്യാപിക്കുന്നത് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്നാണ്. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ ദൂതനും ആ ദൂതൻ്റെ അനുയായികളും മനുഷ്യരെന്ന നിലയിൽ ആ സമൂഹത്തിൽ പരസ്പരം സഹായം ചോദിക്കുകയും സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതിനുള്ള എമ്പാടും തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് മലയാളത്തിൽ അത് വിശദീകരിക്കാൻ നമ്മൾ കാര്യകാരണ ബന്ധം, അതേപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനം, അതീതം, ഭൗതികം, അഭൗതികം, ദൃശ്യം, അദൃശ്യം, മറഞ്ഞ വഴി, തെളിഞ്ഞ വഴി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് എപ്പോഴാണ് ഒരു തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിപ്പിക്കാനാണ്. അഥവാ ഒരു മനുഷ്യൻ തൻ്റെ അടുത്തുള്ള ഒരു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട ഒരു കാര്യം തേടുന്നത് ശിർക്കാവുകയില്ല. അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന് എതിരല്ല. കാരണം തആവനു അലൽ ബിർരി വ തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വ തആവനു അലൽ ബിർരി വ തഖ്വ, നന്മയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ സഹകരിക്കുക, തിന്മയുടെ കാര്യത്തിൽ സഹകരിക്കരുത് എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്മയുടെ കാര്യത്തിൽ മനുഷ്യർ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം. എന്നാൽ ഇതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ റസൂലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളോ മരിച്ചുപോയ മഹാന്മാരെയോ അതല്ലെങ്കിൽ ജിന്നുകളെയോ മലക്കുകളെയോ ഒരു പ്രതിസന്ധിയുടെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ വിളിച്ച് സഹായം തേടിയിട്ടില്ല. അവിടെയാണ് ഇസ്തിആനത്ത് വേർതിരിയുന്നത്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം എന്നാണെങ്കിലും ഭാഷയിൽ സാധാരണയായി അത് പ്രയോഗിക്കാറുള്ളത് പെട്ടെന്നുള്ള ഒരു സഹായതേട്ടത്തിനാണ്. ഇസ്തിഗാസ പ്രാർത്ഥനയാണ്. എന്നാൽ എല്ലാ പ്രാർത്ഥനയും ഇസ്തിഗാസയല്ല. ഉദാഹരണത്തിന് ഒരാൾ സക്കരിയ തന്നെ പറഞ്ഞ ഉദാഹരണം എടുത്താൽ, പുഴയിൽ വീഴുമ്പോൾ അള്ളാഹുവേ എന്ന് വിളിക്കുന്ന ആ തേട്ടം, അതിനെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. പെട്ടെന്ന് സഹായം ലഭിക്കേണ്ട ഒരു തേട്ടം, അത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചാൽ അവരോടുള്ള ഇസ്തിഗാസയായി. ഇത് സഹായതേട്ടമാണ്. ആ സഹായതേട്ടം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറയുന്നത് കാണാം. രണ്ടാൾ തമ്മിൽ അടിയുണ്ടായപ്പോൾ ഫസ്തഗാസഹുല്ലദീ മിൻ ശിയഅതിഹി, മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട, മൂസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ സഹായം തേടി എന്നാണ്. ഇവിടെയും ഖുർആൻ പ്രയോഗിച്ച പദം ഇസ്തിഗാസ എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഫസ്തഗാസഹുല്ലദീ, ഇസ്തിഗാസ നടത്തി. ആ ഇസ്തിഗാസ എന്തുകൊണ്ട് അനുവദനീയമാകുന്നു? അവിടെ മൂസാ നബി അയാളുടെ അടുത്തുണ്ട്, അയാൾ പറയുന്ന കാര്യം മൂസാ നബിക്ക് ചെയ്യാൻ കഴിയും. അഥവാ നമ്മൾ പറയുന്ന കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അതേപോലെ മറഞ്ഞ വഴിയല്ല, വ്യക്തമായ വഴിയിലൂടെ, അദൃശ്യമാർഗമല്ല ദൃശ്യമായ മാർഗത്തിലൂടെ ഒരു സഹായതേട്ടമാണ് അയാൾ നടത്തുന്നത്. ദുആ എന്നതിന് പ്രാർത്ഥന എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. അത് വിളി എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഈ തരത്തിൽ തന്നെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളിത് പറഞ്ഞപ്പോൾ കേരളത്തിലെ സുന്നി മുസ്ലിയാക്കന്മാർ പോലും അംഗീകരിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല എന്ന് അവർ പറഞ്ഞു.
അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടാണ് സുന്നികൾ മൊഹീദ്ദീൻ ശൈഖ് എന്ന് വിളിക്കുന്നത് പ്രാർത്ഥനയാകുന്നത്, എന്തുകൊണ്ടാണ് മമ്പർത്ത തങ്ങളെ വിളിക്കുന്നത് പ്രാർത്ഥനയാകുന്നത് എന്ന് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ വിശദീകരിച്ചു കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഭാഷാപരമായി ഇസ്തിആന സഹായതേട്ടം, ഇസ്തിഗാസ സഹായതേട്ടം, ദുആ പ്രാർത്ഥന സഹായതേട്ടം എന്നൊക്കെ അർത്ഥം പറയാം. പക്ഷേ ഇത് വേർതിരിക്കുന്നത് ഈ തരത്തിലാണ്. നേരത്തെ ഇവിടെ ഇമാം നവവിയുടെ ഉദ്ധരണിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയാണ് ഇത് വേർതിരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം തേടി, എന്നാൽ ബദ്ർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഇത് തസ്തഗീസൂന റബ്ബക്കും, അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തി. ആ ഇസ്തിഗാസ അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയത്തിലാണ് ഇവിടെ എല്ലാവരും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടാമെന്ന് പറയുന്നവരും, തേടാമെന്ന് ഞങ്ങൾ പറയുന്നില്ല, തേടിയാ ശിർക്കല്ല എന്ന് ഞങ്ങൾക്ക് വാദമുള്ളൂ എന്ന് പറയുന്നവരുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ പദങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ മംഗലാപുരത്ത് വെച്ച് നടന്ന സംവാദത്തിൽ എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചപ്പോൾ ഫൈസൽ മുസ്ലിയാർ മറുപടി പറഞ്ഞത് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഉദ്ദേശിച്ച പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. മുജാഹിദികൾ ഉദ്ദേശിച്ച പ്രാർത്ഥന അതല്ല. കാരണം മുജാഹിദികൾ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരും പറഞ്ഞ അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്നാണ്. പക്ഷെ നമ്മൾ പിന്നെയും പറഞ്ഞു പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞിടത്താണ് ഇപ്പോഴും ഫൈസൽ മുസ്ലിയാർ നിൽക്കുന്നത്, ആ ആളുകൾ നിൽക്കുന്നത്. അത് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ പദങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.